പ്രണയത്തിന്റെ കോൺസെപ്റ്റ് ആക്ച്വലി മാറി. പ്രണയം ഒരാളടുത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് തോന്നുന്നതിനെക്കാട്ടി പ്രണയം ഓൾറെഡി ഉള്ളിലുണ്ട്. അതെല്ലാവർക്കും നമ്മൾ എന്താ പറയുക, നമുക്ക് നിബന്ധനകളില്ലാതെ നമുക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്നോട് തന്നെ ആദ്യം പ്രണയം വരണം. ഞാൻ ആദ്യം എന്നെ പ്രേമിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് അത് ഫീൽ ചെയ്യുള്ളൂ. അൺകണ്ടീഷണൽ ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളുടെ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഇത് കണ്ടിട്ടോ അങ്ങനത്തതല്ല. അപ്പം ഞാനത് എക്സ്റ്റേണൽ ആണെന്ന് ഇപ്പം വിശ്വസിക്കുന്നില്ല. അത് ഇറ്റ്സ് ഇൻസൈഡ് അസ് ആൻഡ് ഇറ്റ് ഫ്ലോസ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് യാത്ര. നമ്മൾ ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല അല്ലേ? നമ്മൾ ഇത്ര ഇന്റർവ്യൂ എടുത്തു, പക്ഷെ ഇങ്ങനെ മനസ്സ് തുറന്നില്ല. ഇല്ല, ഭയങ്കര കുറവാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. നമ്മള് മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ല നിങ്ങൾ എന്തോ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വാളെടുത്തത്. എന്റെ ചോദ്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് ഞാൻ ഭയങ്കര ട്രിഗേർഡായിട്ട് സംസാരിച്ചു. അതെ അതെ അതെ. പിന്നെ നമ്മള് കുറെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതെന്താ നമ്മള് ഇരിക്കുന്നതിൻ്റെ ആണ്, നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ ആയിരിക്കാം. അപ്പോഴാണ് നമുക്കൊന്ന് മനസ്സ് തുറക്കാൻ പറ്റുമോ. ചില നമ്മൾ എഴുതി വെച്ച് തയ്യാറാക്കി ഇന്ന ചോദ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വാശിയായി പോകും എനിക്ക്. അതെ, പിന്നെ അന്ന് അത്രയല്ലേ സമയം ഉണ്ടായിട്ടുള്ളൂ. കുറെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഒരു ജാതകത്തിന്റെ പ്രൊമോഷൻ ആയിരുന്നു. അതെ. പിന്നെ പിന്നെ ഉണ്ടായിരുന്നു നമ്മള് ഓണപരിപാടി നികേഷ് സാറിന്റെ കുക്കറി ഷോ ആയിരുന്നു ഏറ്റവും നമുക്ക് മറക്കാൻ. ഇതൊരു ഓണത്തിലൂടെ പോകുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല.